നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന കെ സുധാകരൻ എംപിയുടെ നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം വല്ലാതെ വലയുന്നു എന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് നാളെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. പക്ഷേ ഡൽഹിയിലേക്ക് ഇറങ്ങണ്ട എന്ന തീരുമാനത്തിലാണ് സുധാകരൻ ഇപ്പോഴും. കെ സുധാകരന്റെ നിലപാടിനോട് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. പക്ഷേ സുധാകരൻ അയയുന്നില്ല. എന്തായാലും കണ്ണൂരിൽ ഇത്തവണ കെ സുധാകരൻ തന്നെ മത്സരിക്കും. ആ നിലപാടിൽ ഒരു മാറ്റമില്ലാതെ തുടരുകയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചുവെങ്കിലും ആ നിലപാട് മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല ഡൽഹിയിലേക്ക് പോകാനും ഇതുവരെയ്ക്കും ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും കണ്ണൂരിൽ ഇത്തവണ തനിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നത്. ചില ഫോർമുലകളൊക്കെ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല. കെ സുധാകരൻ പറയുന്ന സ്ഥാനാർത്ഥിയെ അതാരാണെങ്കിലും കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നൊക്കെയുള്ള ഫോർമുലകൾ ആ കേന്ദ്രവും സംസ്ഥാന നേതൃത്വവും കെ സുധാകരൻ അറിയിച്ചെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കെ സുധാകരന്റെ ഈ പിടിവാശിയോട് കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി കണ്ണൂർ മണ്ഡലം ഭരിക്കുന്നത് LDF ആണ്. അത് ചെറിയ ഭൂരിപക്ഷത്തിലാണ് കടന്നപ്പള്ളി ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചു കയറിയത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു എഡ്ജ് UDF ഉണ്ട് എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ ഭൂരിപക്ഷമാണ് ഈ കണ്ണൂർ മണ്ഡലത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു ഈസി വാക്ക് ഓവറാണ് കണ്ണൂർ മണ്ഡലം എന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. ജയിച്ച് കയറാമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. പക്ഷേ സുധാകരന്റെ ഈ പിടിവാശിയും ഈ വിവാദങ്ങളും ഒക്കെ തന്നെ LDFന് അനുകൂലമായിട്ടുള്ളൊരു ഘടകമായി മാറുമോ എന്നൊരു ആശങ്ക ജില്ലാ നേതൃത്വത്തിനുണ്ട്. അതാണ് അവർക്ക് പരസ്യമായിട്ട് ഒരു അതൃപ്തി ഉണ്ടാവാൻ കാരണം. പക്ഷേ പരസ്യമായിട്ട് ഒരു നേതാക്കളും ഇതുവരെയ്ക്കും പ്രതികരിച്ചിട്ടില്ല. കെ സുധാകരനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ അവർക്ക് ആർക്കും ഒരു ധൈര്യമില്ല. പക്ഷേ പലരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഒരു അതൃപ്തി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ കെ സുധാകരൻ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളത് ഇന്ന് വൈകിട്ടോടെ അറിയാം. എന്തായാലും നാളെയാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്.